words from the table. Here are some words and ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ്. ഇതിന് ചേരുന്ന ജോഡികൾ കണ്ടെത്താനാണ് പറയുന്നത്. ബീസിന് ചേരുന്ന ജോഡി ഏതാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ബീസ് ബസ്ഡ്. ബീസിന് ചേരുന്നത് ബസ്ഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. സ്നേക്ക്. സ്നേക്ക് നമ്മൾക്കറിയാം. സ്നേക്കിൻ്റെ സൗണ്ട് ഏതാ? ഹിസ്റ്റ്. ദെൻ ക്ലോക്ക്. ക്ലോക്ക് നമുക്കറിയാം. ക്ലോക്കിൻ്റെ സൗണ്ട് നമുക്കറിയാം. ടിക് 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 എന്ന് പറഞ്ഞിട്ടല്ലേ ക്ലോക്കിൽ സൗണ്ട് ഉണ്ടാക്കപ്പോൾ ഇവിടെ ടിക്ഡ് ആണ്. ദെൻ ബേബി. ബേബീൻ്റെ ചിരി അല്ലെങ്കിൽ സൗണ്ട് ഗിഗിൾഡ് എന്നാണ് പറയാം. ഗിഗിൾഡ്. Then bells. Bells jingled. Then ടി സൗണ്ട് പറയാൻ പാടില്ല. റിസിൽഡ്. ടി സൈലൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എഴുതി നോക്കാം ഇവിടെ. ഓക്കെ. ബീസ് ബസ്ഡ്, സ്നേക്ക് ഹിസ്ഡ്, ബേബി ഗിഗിൾഡ്, ബെൽസ് ജിംഗിൾഡ്, ലീവ്സ് റിസിൽഡ്, ക്ലോക്ക് ടിക്ഡ്. ഓക്കെ. The crow saw Rocky trying to climb up the tree. Her nest was on that tree. അല്ലേ, നമ്മൾ കഥ കണ്ടതാണ്. കഥയിൽ റോക്കി ക്യാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കയറുന്നുണ്ട് അല്ലേ, ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അതൊരു കാക്ക കണ്ടു അല്ലേ. കാക്കക്കപ്പോൾ ടെൻഷനായി. വൈ? ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് ആ മരക്കൊമ്പിലാണുള്ളത്. അപ്പോൾ വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? അപ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്നുണ്ടായ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? Activity 4. Some pictures from the story are given in column A. കോളം എയിലെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. കോളം ബിയിൽ തന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ആ ചിത്രത്തെ മാച്ച് ചെയ്യണം. ഈസിയാണ്. നോക്കാം. ഫസ്റ്റ് പിക്ചർ എ പിക്ചർ നോക്കി. യെസ്, ദിസ് ഇസ് എ പിക്ചർ ഓഫ് എ നെസ്റ്റ് അല്ലേ. ട്രീന്ന് താഴെ വീണിട്ടുള്ളത്. അപ്പോൾ നെസ്റ്റ് എന്നുള്ള സെൻറ്റൻസ് വരുന്നത് ഇവിടെ അല്ലേ. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ഫാൾ വീഴുക, ഫെൽ വീണ് കിടക്കുന്നു. അപ്പോൾ താഴെ വീണ് കിടക്കുന്നു. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. അപ്പോൾ എ എന്ന ആൻസർ ഇവിടെയാണ് വരിക. എ. നെക്സ്റ്റ് ബി ചിത്രം നോക്കി. ലുക്ക് അറ്റ് ദ പിക്ചർ. യെസ്, ദിസ് ഇസ് റോക്കി. റോക്കി ഇതാ ലാസ്റ്റ് പിക്ചറാണ് അല്ലേ. റോക്കി നല്ല ശക്തി ഉപയോഗിച്ച് ആ ബ്രാഞ്ച് എടുത്തു മാറ്റുന്നതാണ് അല്ലേ. എന്തിനാണ് എടുത്തു മാറ്റിയത്? ആ മദർ ക്രോനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. അപ്പോൾ ബി ഇതിനാണ് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. സി പിക്ചർ അല്ലേ. ബ്രാഞ്ചിൻ്റെ അടിയിൽ മദർ ക്രോ ഉണ്ട്. അപ്പോൾ ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. അപ്പോൾ സി, ദിസ് ഇസ് സി. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ട്രീ കാറ്റത്ത് ബ്രോക്കൺ ആവുന്നതാണ് അല്ലേ, പൊട്ടുന്നതാണ്. അപ്പോൾ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. അപ്പോൾ ഇത് ഡി. അപ്പോൾ എ ബി സി ഡി. ആക്ടിവിറ്റി 5. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. സ്റ്റോറിയിലെ ചില ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ് സംഭാഷണങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. അത് ആരാണ് ആ സംസാരിക്കുന്ന ആളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് പറയുന്നത്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഇതാരാ പറഞ്ഞത് നമുക്കറിയാം അല്ലേ, റോക്കി. അപ്പോൾ ദിസ് ഡയലോഗ് സ്പീക്കർ റോക്കി. നെക്സ്റ്റ് നമ്പർ 2. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. ഇത് ക്യാറ്റ് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ക്യാറ്റ്. ഹെൽപ്പ് മീ. കഥയുടെ ലാസ്റ്റ് മദർ ക്രോ ആ ഫാളൻ ബ്രാഞ്ചിൻ്റെ അടിയിൽ പെട്ടപ്പോൾ മദർ ക്രോ ആണ് പറഞ്ഞത്. അപ്പോൾ മദർ ക്രോ. അപ്പോൾ ദിസ് ഈസ് റോക്കി, ക്യാറ്റ്, മദർ ക്രോ. ആക്ടിവിറ്റി 6. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. റിഡിൽസ് എന്ന് പറഞ്ഞാൽ കടങ്കഥ. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥകൾ വായിക്കൂ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓരോ ഇതുപോലെ അനുയോജ്യമായ റിഡിൽസ് തയ്യാറാക്കൂ. റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. സ്പേസ് കൊടുത്തിരിക്കുന്നത് എടുക്കുക, എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പീകോക്കിനെ കുറിച്ച് ഒരു റിഡിലുണ്ട്. ദെൻ ഒരു വുഡ് പേക്കറിനെ കുറിച്ചുണ്ട്. പിന്നെ ഒരു ഡോഗിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനിവിടെ സ്പേസ് തന്നിട്ടുണ്ട്. എലിഫൻറ്റിനെ കുറിച്ച് എഴുതാൻ ഇവിടെ സ്പേസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പീകോക്ക്. പീകോക്കിനെ കുറിച്ചുള്ള കടങ്കഥ. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്. എനിക്ക് നീളമുള്ള തൂവലുകളുണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഐ ഹാവ് ലോങ് ഫെതേഴ്സ്. എനിക്ക് നീളമുള്ള തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. ഞാൻ മഴയത്ത് ഡാൻസ് കളിക്കും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. നമുക്കറിയാം പീകോക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പോൾ ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഹു ആം ഐ? ആരാണ് ഞാൻ? ദാറ്റ് ഈസ് പീകോക്ക്. നെക്സ്റ്റ്
മൈ ബീക്ക് ഈസ് സ്ട്രോങ്. എൻ്റെ കൊക്കുകൾ വളരെ ബലമുള്ളതാണ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ മരത്തിൽ കുത്തും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എനിക്ക് തൂവലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമുണ്ട്. അല്ലെ, വുഡ് പെക്കറിൻ്റെ തലയിൽ കണ്ടോ ഒരു തൂവൽ കൊണ്ടുണ്ടാക്കിയ കിരീടം? യെസ്. ഹൂ ആം ഐ? ആരാണ് ഞാൻ? ദാറ്റ് ഈസ് വുഡ് പെക്കർ. നെക്സ്റ്റ് ഇതുപോലെ ഒരു ഡോഗിനെ കുറിച്ച് കടങ്കഥ ഉണ്ടാക്കാനാണ് തന്നിട്ടുള്ളത്. ഡോഗ്. ഐ ആം എ പെറ്റ് ആനിമൽ. ഞാനൊരു വീട്ടിൽ വളർത്തുന്ന ജീവിയാണ്. ഐ ലുക്ക് ആഫ്റ്റർ യുവർ ഹോം. ഞാൻ നിങ്ങളുടെ വീട് നോക്കുന്നു, കാവൽ നിൽക്കുന്നു എന്നുള്ള അർത്ഥം. ഐ ബാർക്ക് ബൗ. ഞാൻ ബൗ എന്ന് ഉരക്കുന്നു. ഹൂ ആം ഐ? ആരാണ് ഞാൻ? നെക്സ്റ്റ് ഒരു എലിഫന്റിനെ കുറിച്ച് റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. എലിഫന്റ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ലാൻഡ്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ. ഐ ആം ബ്ലാക്ക് ഇൻ കളർ. ഞാൻ കറുത്ത നിറത്തിലാണ്. ഐ ഹാവ് ലോങ് ട്രങ്ക്. എനിക്ക് വളരെ നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ഹൂ ആം ഐ? ആരാണ് ഞാൻ? ആക്ടിവിറ്റി 7. Here are the pictures of some animals and their young ones. Identify them and write the missing words in the space given. താഴെ കുറച്ച് ആനിമൽസിൻ്റെയും അവയുടെ യങ് വൺസ് കുഞ്ഞുങ്ങളുടെയും പേരുകളാണ് തന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദം, അവയെ തിരിച്ചറിയുക. ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ്, മിസ്സായ വേർഡ്സ് തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. 1 ഈസ് ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. കൗ, കൗവിൻ്റെ കുട്ടീനെ പറയുന്നത് കാഫ്. കൗ, കാഫ്. നെക്സ്റ്റ് പപ്പി ഡോഗിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഡോഗ്. ക്യാറ്റ്, ക്യാറ്റിൻ്റെ കുട്ടി കിറ്റൺ. ക്യാറ്റ്, കിറ്റൺ. ദെൻ ഗോട്ടിൻ്റെത് കിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ ഗോട്ട് എന്ന് എഴുതാം. ഇവിടെ ക്രോ തന്നിട്ടുണ്ട്. ഇവിടെ ചിക്ക്, കോഴീൻ്റെ കുട്ടീനെയും ക്രോൻ്റെ കുട്ടീനെയുള്ള ചിക്ക് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ക്രോ, ചിക്ക്. ഔലറ്റ് എന്ന് പറഞ്ഞാൽ മൂങ്ങയുടെ കുട്ടിയാണ് ഔലറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഔൾ എന്ന് എഴുതണം. ഔൾ. ഒന്നുകൂടി വായിക്കാം. കൗ, കാഫ്. ഡോഗ്, പപ്പി. ക്യാറ്റ്, കിറ്റൺ. ഗോട്ട്, കിഡ്. ക്രോ, ചിക്ക്. ഔൾ, ഔലറ്റ്. ആക്ടിവിറ്റി 8ൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പോയമാണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. പോയം വായിക്കുക, ഈണത്തിൽ ചൊല്ലുക. ഹാപ്പിനെസ്. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ആക്ടിവിറ്റി 8. മേക്ക് സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ മാതൃകയിൽ ക്ലൂസ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. സെൻറ്റൻസ് നോക്കാം. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അവൻ്റെ ഫാമിലി, കുടുംബം സേഫ് ആയിരിക്കുമ്പോഴാണ് ഫാദർ ഹാപ്പി ആവുന്നത്. ഇപ്പോൾ ടീച്ചർ, ഇവിടെ കുറേ ക്ലൂസ് ഉണ്ട്. ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്, ഇവർ എപ്പോഴാണ് ഹാപ്പി ആവുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടീച്ചറുമായി ബന്ധപ്പെട്ടത് എന്താണ്? സ്റ്റുഡൻസ് ആണല്ലേ. സ്റ്റുഡൻസ് ലേൺ വെൽ. അപ്പോൾ ടീച്ചർ ഹാപ്പി ആവുന്ന എപ്പോഴാണ്? സ്റ്റുഡൻസ് ലേൺ വെൽ. മദർ ഹാപ്പി ആവുന്നത് ഗെറ്റ്സ് ലവ്. ഫാദർ ഹാപ്പി ആവുന്നത് ഫാമിലി സേഫ്. ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് കെയർ. കിഡ് ഗെറ്റ്സ് എ ടോയ്. അപ്പോൾ ഇത് ഒന്നുകൂടി മാച്ച് ചെയ്ത് എഴുതിയിട്ട് നോക്കാം. എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹെർ സ്റ്റുഡൻസ് ലേൺ വെൽ. ഒരു ടീച്ചർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അവളുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുമ്പോൾ. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. ഒരു അമ്മ എപ്പോഴാണ് സന്തോഷവതിയാവുന്നത്? എപ്പോഴാണോ അവർക്ക് സ്നേഹം ലഭിക്കുന്നത് അപ്പോഴാണ് മദർ ഹാപ്പി ആവുന്നത്. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് കെയർ. ഗ്രാൻഡ് ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അദ്ദേഹത്തിന് പ്രോപ്പർ കെയർ കിട്ടുമ്പോഴാണ് അദ്ദേഹം ഹാപ്പി ആവുന്നത്. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് എ ടോയ്. ഒരു കുട്ടി എപ്പോഴാണ് സന്തോഷിക്കുന്നത്? എപ്പോഴാണോ അവന് നല്ല ടോയ് കിട്ടുന്നത് അപ്പോഴാണ് സന്തോഷിക്കുന്നത്. ആക്ടിവിറ്റി 9. ഹിയർ ഈസ് എ ഷോർട്ട് പോയം അബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. താഴെ ഒരു പാരറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയം കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഗ്രീൻ പാരറ്റ് ഹൗ ഡു യു ക്രൈ? സ്ക്രീച്ച് 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 ഗോസ് മൈ ക്രൈ. ഗ്രീൻ പാരറ്റ് ഹൗ ഡു യു ക്രൈ? സ്ക്രീച്ച് 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 ഗോസ് മൈ ക്രൈ. നൗ റൈറ്റ് 4 lines about a crow. Give a title to. ഇതുപോലെ ഒരു ക്രോനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് പോയം എഴുതണം. അതുപോലെ ക്രോ.
black crow, how do you cry? Crow, 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 goes my cry. Write a stanza about a cat. Give a title to. അതുപോലെ ഒരു ക്യാറ്റിനെ കുറിച്ചും ഒരു 4 വരി എഴുതാം. White cat, white cat, how do you cry? Mew, 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 goes my cry. Activity 3. Observe the picture. Describe it in your notebook. ഈ ചിത്രം നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. പിക്ചർ ഡിസ്ക്രിപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്താണ് അല്ലേ. ഇവിടെ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു പിക്ചറാണ്. കുറേ സീൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡോഗ് ഓടുന്നുണ്ട്, ഇവിടെ ഒരു പശു വെള്ളം കുടിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, കുറേ മരങ്ങളുണ്ട്, മരത്തിൽ ഒരു തത്തയുണ്ട്, തത്ത ഒരു മരപ്പൊത്തിനുള്ളിലാണുള്ളത്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവേഴ്സിൽ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഒരാൾ നദിയിലൂടെ ബോട്ട് തുഴഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു നല്ല മനോഹരമായ റിവർ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ്ട് നോക്കാം. പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. എ ബ്ലൂ റിവർ ഫ്ലോയിങ് ത്രൂ എ ലാൻഡ്. There are many trees, plants and flowers. Butterflies are fluttering around the flowers. They are sucking nectar from the flowers. A man is fishing on the river. Another man is rowing on a boat. A cow is drinking water from the river. A puppy is running. A parrot is sitting inside the hole of a tree. Read and rejoice. Here is a beautiful story for you. The name of the story is Who is Stronger? One day, the sun and the wind were arguing about their strength. ഒരു ദിവസം സൂര്യനും കാറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നു, വാദിക്കുന്നു അവരുടെ ശക്തിയെക്കുറിച്ച്. ഞാനാണ് ശക്തൻ, സൂര്യൻ പറഞ്ഞു. കാറ്റ് പറഞ്ഞു ഞാനാണ് ശക്തൻ. അങ്ങനെ അവർ ആർഗ്യൂ ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. അപ്പോൾ കാറ്റ് എന്താണെന്ന് പറയും നോക്കാം. ലുക്ക്, ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്. നോക്ക്, ഞാനാണ് ശക്തൻ, എനിക്ക് എന്തും കാറ്റിൽ പറത്താൻ പറ്റും, എനിക്ക് എന്തും ഊതി പറത്താൻ പറ്റും. സൂര്യൻ പറഞ്ഞു, നോ, ഐ ആം സ്ട്രോങ്ങർ ദാൻ യു. ഞാനാണ് നിന്നെക്കാളും ശക്തൻ. ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം. എനിക്ക് എന്തിനേയും ചൂടാക്കാൻ പറ്റും. ദേ സോ എ മാൻ വാക്കിംഗ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടത്. അപ്പോൾ കാറ്റ് പറഞ്ഞു, ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്. എനിക്ക് അയാളുടെ ഷർട്ട് പറപ്പിക്കാൻ പറ്റും. ദ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ. കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. ദ വിൻഡ് ട്രൈഡ് ടു ടേക്ക് എവേ ദ മാൻസ് ഷർട്ട്. വലിയ കാറ്റ് വീശിക്കൊണ്ട് അയാളുടെ ഷർട്ട് ഊതി തെറിപ്പിക്കാൻ വേണ്ടി കാറ്റ് ശ്രമിച്ചു. ബട്ട് ഹി ഹെൽഡ് ഓൺ ടു ഇറ്റ്. പക്ഷേ അയാൾ ഷർട്ടൊന്നും ഊതി തെറിച്ചിട്ടൊന്നുമില്ല. മാൻ പറയുന്നു, ഹൗ കോൾഡ് ഇറ്റ്സ്. എന്തൊരു തണുപ്പാണ്. അയാൾ ഷർട്ട് ഊരുന്നൊന്നുമില്ല, കാറ്റത്ത് അത് പറന്നു പോയിട്ടുമില്ല. അപ്പോൾ സൂര്യൻ പറഞ്ഞു, നൗ ഇറ്റ് ഈസ് മൈ ടേൺ. ഇനി എൻ്റെ ഊഴമാണ്. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. സൺ എന്ത് ചെയ്തു, നല്ല ഭയങ്കര ചൂടിൽ കത്തി എരിയാൻ തുടങ്ങി. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ആ ചൂട് സഹിക്കാൻ വയ്യാതെ അയാളുടെ ഷർട്ട് ഊരി. വാട്ട് എ സ്ട്രേഞ്ച് ഡേ. എന്തൊരു ദിവസമാണിത്, എപ്പോഴും ഇല്ലാത്ത പോലത്തെ ഒരു ദിവസമാണിന്ന്. ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ. കുറച്ച് സമയം മുമ്പ് ഭയങ്കര തണുപ്പ്. നൗ ഇറ്റ്സ് ഹോട്ട്. ഇപ്പോഴോ ഭയങ്കര ചൂട്. എന്തൊരു കാലാവസ്ഥയാണ്, എന്തൊരു സ്ട്രേഞ്ച് ഡേ ആണ്. എന്നിട്ട് അയാൾ ഷർട്ട് ഊരിക്കൊണ്ട് പറയാണ്. അപ്പോൾ കാറ്റ് തോറ്റുപോയി അല്ലേ സണ്ണിൻ്റെ മുന്നിൽ. അപ്പോൾ കാറ്റ് പറയാണ്, ഐ എഗ്രി, യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. ഞാൻ നിന്നോട് യോജിക്കുന്നു, നീ എന്നെക്കാളും ശക്തൻ തന്നെ. യു ആർ ടു ഇൻ യുവർ ഓൺ വേ. സൂര്യൻ പറഞ്ഞു, നീയും വളരെ ശക്തനാണ്, നീ നിൻ്റെതായ രീതിയിൽ ശക്തനാണ്, ഞാൻ എൻ്റെതായ രീതിയിൽ ശക്തനാണ്. അപ്പോൾ കാറ്റിന് കുറച്ച് സന്തോഷമായി അല്ലേ. ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദ ആഫ്റ്റർ. പിന്നീട് അവർ അങ്ങനെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും, നമ്മൾ ആദ്യം പറഞ്ഞിട്ട് പാഠത്തിൻ്റെ ആദ്യം ഇൻ ഹാർമണി. ലവ് എന്താ ഹാർമണീൻ്റെ അർത്ഥം? ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദെയർ ആഫ്റ്റർ. അതിനുശേഷം അവർ വളരെ ലിവ് ഇൻ ഹാർമണി. എന്താ ഹാർമണി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി. അവർ നല്ല സമാധാനത്തോടെ, വഴക്കൊന്നും അടിക്കാണ്ട് നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും അതിനുശേഷം ജീവിച്ചു. അതാണ് കഥ. നല്ലൊരു കഥയാണല്ലേ. നമ്മൾ നേരത്തെ കണ്ട റോക്കിയുടെ കഥയും ഈ സണ്ണിൻ്റെയും വിൻഡിൻ്റെയും കഥയും നല്ല മെസ്സേജ് നൽകുന്ന നല്ലൊരു കഥയാണല്ലേ.